ഒരു സോയാബീൻ ഫ്രൈ ആക്കിയാലോ? ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹാഫ് പോർഷനാണ് എടുത്ത് ഒരു സവാളൻ്റെ. അത് കഴിഞ്ഞ് അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പച്ചമുളക് നിങ്ങളെ എരിവിന് കണക്കായിട്ട് ഇട്ടാൽ മതി, അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോയിൽ ചെയ്ത് മാറ്റി വെച്ച സോയാബീനെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഒരു മീഡിയം ലെവലിൽ മാത്രം റോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. അതിനുശേഷം നമ്മളെ മെയിൻ ഐറ്റമായ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സോയാബീൻ റെഡിയായി. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇഷ്ടമായ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.